ന്യൂസ് 18 വാർത്തയെ തുടർന്നുണ്ടായ ഒരു വലിയ അനുകൂലമായ വാർത്തയാണ്. അനുകൂലമായ ഫലം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടികളെ വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നു. 38 ദിവസമായി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലായിരുന്നു കുട്ടികൾ. 6ഉം 7ഉം വയസ്സുള്ള 2 കുട്ടികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട 1 മാസത്തിലധികമായി അധികാര കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയാണ് രാജസ്ഥാൻ സ്വദേശികൾ. ഇവരുടെ വാർത്ത ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കുട്ടികളെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ഒരു അച്ഛനമ്മമാരുടെ അലച്ചിൽ, അതിനുവേണ്ടി അവർ നടത്തിയ വലിയ പരിശ്രമങ്ങൾ, അത് പുറത്തു കൊണ്ടുവന്നത് നമ്മളെ ന്യൂസ് 18 ആണ്. എന്താണിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്? കഴിഞ്ഞ നവംബർ 29-നാണ് എറണാകുളം മറൈൻ ഡ്രൈവ് ഭാഗത്ത് വെച്ച് ഈ ഭിക്ഷാടനം നടത്തുന്നു എന്ന പേരിൽ 2 കുട്ടികളെയും പോലീസ് കൊണ്ടുപോയത്. അതിനുശേഷം ശിശുക്ഷേമ സമിതിക്ക് ഈ കുട്ടികളുടെ സംരക്ഷണം കൈമാറുകയായിരുന്നു. പോലീസ് കൊണ്ടുപോയ ഉടൻ തന്നെ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ 2 പേരും അമ്മയും അച്ഛനും അടക്കം പോലീസ് സ്റ്റേഷനിൽ ചെന്നെങ്കിലും വിട്ടു നൽകിയില്ല. തുടർന്ന് ഈ പുനരധിവാസ കേന്ദ്രത്തിൽ സമീപിച്ചെങ്കിലും അവിടെ നിന്നും വിട്ടു നൽകുകയുണ്ടായില്ല. തുടർന്ന് ഈ CWCയെ പലവട്ടം സമീപിച്ചു. മറ്റ് അധികാര കേന്ദ്രങ്ങളിലൊക്കെ പലവട്ടം തങ്ങളുടെ കുട്ടിയാണ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും ഇവരുടെ പിതൃത്വം തെളിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണം, ഈ ആധാർ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു രേഖകൾ വേണം എന്നൊക്കെ പിടിവാശി പിടിക്കുകയായിരുന്നു. ഒടുവിൽ വേണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തിക്കൊള്ളൂ എന്ന് ഈ മാതാപിതാക്കൾ ഈ CWCയോട് പറഞ്ഞെങ്കിലും DNA ടെസ്റ്റ് നടത്തിയാലും ഈ കുട്ടികളെ വിട്ടു നൽകിയാൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവരെ കൃത്യമായി പരിചരിക്കുക എന്നീ കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് നൽകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് പിന്നീട് എടുത്തത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇവരുടെ ദുരിതകഥ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്ന് രാവിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ നമ്മളോടൊപ്പം തത്സമയം ചേരുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഇവർ എന്തെങ്കിലും ആധികാരികമായ ഒരു രേഖ നൽകിയാൽ അവരെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വിടാം എന്ന് പറയുകയും ചെയ്ത് അപ്പോൾ തന്നെ ആ വെല്ലുവിളി അവരുടെ അഭിഭാഷക ഏറ്റെടുക്കുകയും നമുക്ക് വശം ഈ കുട്ടികളുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനനവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്തു. ഇത് ഈ CWCക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നമ്മൾ വീണ്ടും ഈ CWCയെ ബന്ധപ്പെട്ടു. CWCയെ ബന്ധപ്പെട്ടപ്പോഴും രേഖകൾ കിട്ടി. ഈ രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ കുട്ടികളെ വിട്ടു നൽകാമായിരുന്നു എന്ന് ചെയർമാൻ നമ്മളോട് പറഞ്ഞു. എന്തായാലും നമ്മൾക്ക് ഈ ചാനലിൽ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായി മാറിയ സാഹചര്യത്തിൽ കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി വിടാൻ കഴിയൂ, അതുകൊണ്ട് സ്വന്തം അധികാരം ഉപയോഗിച്ച് വിടാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തുടർന്നാണ് കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് കേസ് വീണ്ടും വരികയും CWC രാവിലെ നമ്മളോട് പറഞ്ഞ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്ത്. എന്തായാലും വളരെ അനുകൂലമായ ഒരു നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായത്. അവരുടെ രക്ഷകർത്താക്കളോടൊപ്പം കുട്ടികളെ വിടാനുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം അവർക്ക് കൃത്യമായ ഒരു താമസ സൗകര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉറപ്പുവരുത്തണം എന്നൊരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കോടതി ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയത്. ഈ ഉത്തരവ് പകർപ്പ് ലഭിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ പള്ളുരുത്തിയിലെ ഈ അനാഥാലയത്തിലെത്തി കുട്ടികളെ രക്ഷകർത്താക്കൾ ഏറ്റുവാങ്ങുന്നതിനായി പുറപ്പെടും. കിരൺ. അനീഷ, ഇങ്ങനെ സാധാരണഗതിയിൽ ഭിക്ഷാടനത്തിന് നിരവധി കുട്ടികൾ പലതരത്തിൽ ഇത്തരം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരായ ആളുകളുടെ മക്കളൊക്കെ ഇങ്ങനെ തെരുവുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ കുട്ടികളെ ഇത്തരത്തിൽ സാധാരണഗതിയിൽ അവരുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ശിശുക്ഷേമ അവരിങ്ങനെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടോ? തീർച്ചയായും അങ്ങനൊരു രീതിയില്ല. അത് തന്നെയാണ് നമ്മൾക്ക് ഈ വാർത്തയിൽ ഉണ്ടായ ഏറ്റവും പ്രധാന കാര്യവും. കാരണം ഈ കുട്ടികളുടെ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു ആ സമയത്ത് ടൗണിലുണ്ടായിരുന്നത്. ഇവർ ശുചിമുറിയിലോ മറ്റോ പോയ ആ സമയത്താണ് ഈ അനാഥരായ കുട്ടികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ എന്ന രീതിയിൽ പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നു. ഈ പിടിച്ചുകൊണ്ടുപോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ രക്ഷകർത്താക്കൾ പോലീസ് സ്റ്റേഷനിലടക്കം എത്തിയെങ്കിലും അവരെ കാണാൻ പോലും അനുവദിക്കാത്ത വിധമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. പിന്നീട് ഓരോ ദിവസവും ഇവർ തങ്ങളുടെ മക്കളാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇവരുടെ മുകളിൽ ഉണ്ടാവുന്നു. ഡൽഹിയിലൊക്കെ പോയി അവിടെ നിന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നു. നമുക്കറിയാം ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് കൊച്ചിയിലെ വളരെ വർഷങ്ങളായി വഴിയോര കച്ചവടക്കാരായി അവർ ലൈസൻസ്ഡ് ആയ വെണ്ടേഴ്സ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് കൃത്യമായ ആധാർ രേഖകളും മറ്റുമൊക്കെ ഇവർക്ക് എപ്പോഴും കാണാൻ തരമില്ല. കാരണം 6-7 വയസ്സ് വരെയൊക്കെ പലപ്പോഴും കുട്ടികൾ ഇവരോട് ജീവിക്കുകയും പിന്നീട് ഡൽഹിയിൽ എത്തിച്ച് അവിടെ വിദ്യാഭ്യാസം നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവർ രാജസ്ഥാൻ സ്വദേശികളാണെങ്കിലും ഡൽഹിയിലാണ് താമസം ഇവരുടെ ബന്ധുക്കളൊക്കെ ആക്കിയിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ ഇത്തരത്തിൽ തെരുവ് കച്ചവടക്കാരുടെ മക്കളെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. അവിടെ വിദ്യാഭ്യാസവും മറ്റ് മികച്ച സൗകര്യങ്ങൾ നൽകുന്നു. കേരളത്തിൽ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഈ തെരുവ് കച്ചവടക്കാരായ ഇതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ വേണ്ട നടപടിക്രമങ്ങൾ എന്നിവ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് CWC ആലോചിച്ചത് ഈ കുട്ടികളെ ഡൽഹിയിലേക്ക് മാറ്റി അവിടുത്തെ പുനരധിവാസ കേന്ദ്രത്തിൽ
താമസിപ്പിക്കാൻ. അപ്പോഴും ഈ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കൂടെ കുട്ടികളെ വിടുന്നതിനെ പറ്റി അവർ ചർച്ച ചെയ്യുന്നുണ്ടായില്ല. എന്തായാലും വളരെ വിശദമായ രീതിയിൽ തന്നെ നമ്മളിത് ചർച്ച ചെയ്യുകയും CWC ചെയർമാൻ ഒടുവിൽ ഈ വൈകാരികമായ ഈ ബന്ധങ്ങൾക്ക് വഴങ്ങേണ്ടി വരില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി തന്നെയാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്. ഇത്തരത്തിൽ രേഖകൾ തന്നാൽ ഇന്ന് തന്നെ വിട്ടയക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. നേരത്തെ കോടതിയിലടക്കം കർശനമായ നിലപാടുകളാണ് CWC ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കുട്ടികളുടെ ആധാർ രേഖകൾ വേണമെന്ന് പറയുന്നു, പിന്നീട് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഇതിൽ പല രേഖകളിലും തരപ്പെടുത്തി നൽകിയെങ്കിലും പിന്നീട് ഈ ബാലനീതി നിയമപ്രകാരം ഈ കുട്ടികളെ രക്ഷകർത്താക്കളോട് വിട്ടയച്ചാൽ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം, അനുകൂലമായ ഭക്ഷണം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന തരത്തിലുള്ള ന്യായങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു കുട്ടി അത് ഏത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാലും അവരുടെ മാതാപിതാക്കളുടെ കൂടെ കഴിയുന്നത്രയും സന്തോഷപ്രദമായി ഒരിടത്തും കഴിയാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കുട്ടികളാണ് അവർ. ദയവായി തുടരുക. ഇത്തരത്തിലുള്ള നിരവധി പേരെ തെരുവുകളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് ആശ്രയം നൽകുന്ന തിരുവോരം മുരുകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരുകൻ അറിഞ്ഞു കാണുമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് ഇങ്ങനത്തെ ഇത്തരം സമാനമായ സാഹചര്യത്തിൽ എന്താണ് സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുക? അല്ല, ഇത് ഹൈക്കോടതിയുടെ വിധിയെ സത്യം പറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, ഹൈക്കോടതിയുടെ വിധിയാണ് ഏറ്റവും സത്യസന്ധവും നീതിപൂർവമായ ഒരു വിധിയാണ്. കാരണം എന്ന് പറഞ്ഞാല് കുട്ടികളെ ഭിക്ഷയെടുത്താണെങ്കിലും ബാലവേല ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പിന്നെ കഴിയുന്ന കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അതിന് നമ്മള് അവര് മാതാപിതാക്കള് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. കാരണം കുട്ടികളെ ബാലവിഷാദത്തിൽ നിന്നും ബാലവേലയിൽ നിന്നും അവരാര് നിയമിച്ചതല്ല. അവർ തെരുവിൽ പിന്നെ എന്താ പറയുക, അതായത് അവരുണ്ടാക്കുന്ന ചെണ്ട, ടോലാക്ക് അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് ആ കുട്ടികളെ ഓരോ സ്ഥലങ്ങളിൽ, അവരിവിടെ മാത്രമല്ല, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂര്, അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് ജീവിക്കുന്ന ഒരു മൈഗ്രന്റ് പീപ്പിൾ ആണ് ഇവർ. ഇന്നലെ വരാൻ തുടങ്ങിയതല്ല കേരളത്തിലേക്ക്. കഴിഞ്ഞ 10-20 വർഷത്തെ കാലമായിട്ട് ഇവര് എല്ലാ സീസണിലും ഇവര് വരുന്ന ആൾക്കാരാ. ഇവരുടെ തെറ്റെന്തെന്ന് പറഞ്ഞാല് ഈ ആവേശം കാണിച്ച് ഈ ഉദ്യോഗസ്ഥര് ഈ സാമൂഹിക സംഘടനകളോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടോ ഒരു ആലോചന പോലും കൂടാതെ ഇവര് മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പോയി ജനങ്ങളുടെ ഇടയിൽ ഈ കുട്ടികളെ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. അല്ലാണ്ട് ആ കുട്ടികളെ സത്യത്തിൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ മാറ്റുന്നതിന് വേണ്ടിയൊന്നല്ല. ഇതിനു മുമ്പും ഇതേ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ കുട്ടികളുടെ കാര്യത്തിൽ അന്വേഷിക്കാനും ഇടപെടാനും പറഞ്ഞിരുന്നു. ആ സമയത്തൊന്നും ഇവരൊന്നും മിണ്ടില്ല. ഇവർ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. അത് ഹൈക്കോടതി തിരിച്ചറിഞ്ഞു. ആ കുട്ടികളുടെ സംരക്ഷണം അവർക്ക് വിട്ടുകൊടുക്കാനായി ഹൈക്കോടതി ഉത്തരവിട്ടതിൽ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ തിരുവോരം മുരുകൻ. അഭിഭാഷക മധു ബെൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തരം ഒരു നീക്കം താങ്കൾ നടത്തിയപ്പോൾ ഏതെല്ലാം തലത്തിലാണ് താങ്കൾക്ക് എതിർപ്പുകൾ ഉയർന്നത്? എങ്ങനെയെല്ലാമാണ് അതിൽ തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്? സത്യത്തിൽ CWCയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധമെന്നോ പ്രതിഷേധമെന്നോ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുകയായിരുന്നു, വൻ മാഫിയ ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു ആ മാഫിയ ചെയ്ത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവർക്ക് ദിവസങ്ങൾക്കകം ഇവർക്ക് MLAയുടെ ലെറ്റർ കിട്ടുന്നു, ദിവസങ്ങൾക്കകം അവർക്ക് പോലീസ് സ്റ്റേഷനിലെ ലെറ്റർ കിട്ടുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം വലിയ മാഫിയ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, സാർ എങ്കിൽ ഞാനായിരിക്കും ആ മാഫിയയുടെ തലവൻ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തെരുവുകൾക്ക് സ്ഥിരപരിചിതരായിട്ടുള്ള വ്യക്തികൾ, ഇവിടുത്തെ എല്ലാവർക്കും പരിചിതരായിട്ടുള്ള വ്യക്തികൾ, അവർ ഭിക്ഷാടകരല്ലെന്നും അവർ പ്രോപ്പറായിട്ടുള്ള ID പ്രൂഫ് ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ അവർക്ക് തെരുവോര കച്ചവടത്തിനുള്ള ലൈസൻസ് നൽകിയിരിക്കുന്നത് എന്നുപോലും തിരിച്ചറിയാതെ, അവരാരാണ് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, അവർക്ക് നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന എക്സിബിറ്റ്സ് ഒന്നും പരിശോധിക്കാതെ തന്നെ ഇവരുടെ വാശിയുടെ പുറത്താണ്. സത്യത്തിൽ ആദ്യം നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട അൽഫോൺസ് കണ്ണന്താനം സാറിനോടാണ്. അദ്ദേഹത്തിന്റെയും കൂടെ ശ്രമഫലമായിട്ടും അദ്ദേഹത്തിന്റെയും കൂടെ സഹായത്തിലുമാണ് ഈ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് രാജസ്ഥാനിൽ നിന്ന് വേഗം കിട്ടാൻ ഉള്ള സഹായമായത്. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയുന്നത് ഈ കുട്ടികൾ അവരുടെ കുട്ടികൾ തന്നെയാണോ എന്ന് എന്താണ് തെളിവെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടല്ല പറഞ്ഞെങ്കിലും പ്രോസിക്യൂട്ടർ കേൾക്കാൻ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് DNA ടെസ്റ്റിന്, സർക്കാർ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ. അതായത്
അവരുടെ കുട്ടികളാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന്. അത്തരത്തിൽ ഞാൻ സത്യം പറഞ്ഞ ഈ 21 വർഷത്തെ എന്റെ ഈ ഒരു അഭിഭാഷക ജീവിതത്തിൽ ഇത്രയും ചെറിയൊരു സംശയം. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പല കുട്ടികളെയും പല നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കുകയും അവിടെയൊക്കെ ഈ ഭിക്ഷാടനമൊക്കെ നടത്തുന്നുണ്ട്. അവരെ ഒന്നും പിടിക്കാതെ ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ള അവർ ജീവിക്കാൻ വേണ്ടി ഇതര സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങൾ കയറി ഇറങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ മനുഷ്യരെ എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇതിനുള്ള ഒരു മോട്ടീവ് എന്താണ് ഇവർക്ക്? മോട്ടീവ് എന്താണെന്ന് അദ്ദേഹം എനിക്കൊരു വീഡിയോ കാണിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, തിരക്ക് പിടിച്ച ബ്രോഡ്വേയിൽ ഒരുപാട് തിരക്കുള്ള ഏതോ ഒരു ഉത്സവ സീസണിൽ ഏതൊക്കെയോ ചില കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മാല വളയൊക്കെ വിൽക്കാൻ വരുന്ന വേറൊരു വിഭാഗത്തിലുള്ള ആളുകൾ. ഇങ്ങനെ അവര് പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. അവരുടെ ചെറിയ കുട്ടികൾ അതിന്റെ ഇടയിൽ നിന്ന് നൂഴ്ന്നു പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവരുടെ പോക്കറ്റ് ഇടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടങ്ങൾ ഇതിൽ കൂടെ നടത്തുമെന്ന് മറ്റാരോ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ വാസ് ബാക്കിംഗ് അറ്റ് ദ റോങ് ട്രീ, അതായത് അക്യൂസിംഗ് ദ റോങ് പേഴ്സൺ. ശരിയായിട്ടുള്ള കുട്ടികളെ അല്ല പിടിച്ചിരിക്കുന്നത്. സർക്കാർ ഇവർക്ക് നൈറ്റ് സ്റ്റേക്കുള്ള ഫണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഫണ്ട് വിനിയോഗിക്കാത്ത സർക്കാർ, കുട്ടികളുടെ അമ്മമാർ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ ഒരു കെയർ സെന്റർ, ഒരു കെയർ ടേക്കർ ഇല്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഇവർക്ക് വഴിയോരങ്ങളിൽ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, വഴിയോരങ്ങളിൽ തന്നെയാണ് ഇവരെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ. കാരണം അവർക്കൊരു മുറികളില്ല. അവർക്ക് അവരുടെ ഏറ്റവും ശോചനീയമായിട്ടുള്ള കാര്യം എറണാകുളം അമ്പലത്തിന്റെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ഇവരെ അങ്ങോട്ട് കയറ്റുപോലുമില്ല, പൈസ കൊടുത്തിട്ട് പോലും. ഇവര് റെയിൽവേ സ്റ്റേഷൻ വരെ, ഞാൻ അന്ന് സൗത്തിലാണ് താമസിക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ടാണ് ഇവര് ശൗചാലയങ്ങൾ അന്വേഷിച്ച് പോകേണ്ടി വരുന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ശൗചാലയങ്ങൾക്ക് മലയാളികളെ മാത്രമേ കയറ്റൂ, മറ്റുള്ളവരെ കയറ്റില്ല, അങ്ങനെയൊക്കെ വ്യവസ്ഥയുണ്ടോ? അങ്ങനെ. കാരണം എന്റെ കൺമുമ്പിലായിരുന്നു. കാരണം ഞാൻ ലോട്ടസ് അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അതിന്റെ താഴെയാണ് ഇവരെല്ലാവരും ഓരോ കടയുടെ ചോട്ടുനിന്ന് ആട്ടി ഓടിക്കപ്പെടുക. അവർ പ്രസവിക്കുന്നതും അവർ പ്രത്യുൽപാദന പ്രക്രിയ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ. പിന്നെ നമ്മളിൽ പലരും തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ദോഷം കണ്ട് നമ്മളൊരു ജോത്സ്യനെ കണ്ടു അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനെ കണ്ടു, ഉടനെ സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയും. എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരുടെ വീട് അന്വേഷിച്ച് പോകാറില്ല. വഴിയിൽ കാണുന്ന പാവപ്പെട്ടവൻ അവന് കൊടുക്കുന്നു, അവന് ഭക്ഷണം കൊടുക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്രോത്സാഹനം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇവർ വസ്ത്രങ്ങൾ സ്വീകരിക്കാറില്ല. കാരണം അവരുടെ വസ്ത്രധാരണ രീതിയും സ്റ്റൈൽ ഓഫ് ഇതുമെല്ലാം വ്യത്യസ്തമാണ്. ചില ഭക്ഷണങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 38 ദിവസമായിട്ടും ഈ കുട്ടികൾ റൊട്ടിയും ദാലും കഴിക്കുന്ന കുട്ടികൾ നമ്മുടെ മത്തിക്കറിയും നമ്മുടെ മട്ടേരിയും സ്വീകരിക്കാതെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ ആ കുട്ടികളുടെ നിലവിളി കരച്ചിൽ കാണണം. ഇവർ ഓരോ ദിവസം ഇവരെ അങ്ങോട്ട് കയറ്റില്ലായിരുന്നു. ഈ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറ്റാതിരുന്നു. ബഹുമാനപ്പെട്ട ജഡ്ജി ഇന്ററിം ഓർഡർ ഇട്ടതിന്റെ പുറത്താണ് 4 മണി മുതൽ 5 മണി വരെ എല്ലാ ദിവസവും ഇവർക്ക് ഇവരുടെ തന്നെ സ്വന്തം കുട്ടികളെ, അതും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക, സ്നേഹത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികളെ ഒരു കാരണവുമില്ലാതെ ഡോളി ഇൻകംപാക്ട്സ് എന്ന നിയമത്തിലൊരു വാക്കുണ്ട്. അതായത് 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി കമ്മിറ്റ് ചെയ്യുന്ന എന്ത് ക്രൈമായാൽ പോലും അത് ഇൻകേപ്പബിലിറ്റിയെ സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന അതുപോലും ചിന്തിക്കാതെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിലെ മാഫിയ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും വിധം എന്നോട് പറയുകയാണ്. CWC പറയാൻ ഇവിടെ 15 പേരുണ്ട് എന്റെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു 15 പേരുണ്ടായിട്ട് താങ്കൾക്ക് ഒരിക്കൽ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഇതൊരു ലൈസൻസ് സ്ട്രീറ്റ് സെന്ററിന്റെ കുട്ടിയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു 2 രാജസ്ഥാനി ഭാഷ അറിയുന്ന ആളുകൾ ഉണ്ട്, അവരോട് സംസാരിച്ചു. അപ്പൊ പോലും ഇവര് ലൈസൻസ്ഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ബഹുമാനപ്പെട്ട ADM-നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരിവിടെ വന്ന് നിലവിളിച്ച് കരഞ്ഞ് വെളിയിൽ നിൽക്കുന്നു, സ്വാഭാവികമെന്ന് ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയുമാണ്. അച്ഛനും അമ്മയും അല്ലെങ്കിൽ പോലും ഇന്ന് ഈ കോടതിയിൽ ഈ ഉത്തരവ് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ് കോടതിയിൽ മുന്നിലോട്ട് വിളിക്കുന്നത് പോലെ തന്നെയാണ് പാപ്പു ബാവരിയെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ സെക്കൻഡ് പെറ്റീഷണർ മായയെയും മുന്നോട്ട് വിളിച്ച് അവിടുത്തെ കരച്ചിൽ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന 90% അഭിഭാഷകരും കരഞ്ഞു എന്നുള്ളത് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പോലും കരഞ്ഞുപോയി. എന്തായാലും താങ്കൾ നടത്തിയ ഫലപ്രദമായ ഇടപെടൽ, അതിന് പ്രത്യേക അഭിനന്ദനം. ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. അഡ്വക്കേറ്റ് മധുബെൻ. മറ്റൊരു വാർത്തയിലേക്ക്. 23ാമത് മിസ് കേരളയായി ലിസ് ജിമോൻ ജേക്കബ് തെരഞ്ഞെടുക്കപ്പെട്ടു. സാംഭവി ഫസ്റ്റ് റണ്ണറപ്പും നിമ്മി കെ പോൾ സെക്കൻഡ് റണ്ണറപ്പുമായി. മുൻ മിസ് കേരള ഗോപിക സുരേഷാണ് വിജയികളെ കിരീടമണിയിച്ചത്. ഡാനിപ്പോളുടെ റിപ്പോർട്ട്.
കേരളത്തിലെ സൗന്ദര്യ മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 23 വർഷത്തോളം ചെല്ലുന്ന മിസ് കേരള ടൈറ്റിൽ തന്നെയാണ്. മിസ് കേരള ടൈറ്റിൽ മത്സരം പൂർത്തിയായിരിക്കും. നമുക്ക് മുന്നിൽ 23 മത്സരാർത്ഥികളിൽ നിന്ന് വിജയികളായ 3 പേര് നമുക്ക് മുന്നിലുണ്ട്. ഇതിൽ വിജയിയായത് ജിമോൻ ജേക്കബാണ്. എന്താണ് ഈ മത്സരത്തിന് ശേഷം അവശേഷിക്കുന്ന സന്തോഷം വലുതാണെന്ന് അറിയാം. എങ്കിലും ഇവിടേക്ക് എത്താനുള്ള ഒരു കഠിനാധ്വാനം എത്രമാത്രം വലുതായി? ഒരുപാടുണ്ടായിരുന്നു. ബാക്കി എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ ഞാനും ഒരുപാട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. അതിൻ്റെ തന്നെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും നമ്മൾ എന്തുമാത്രം നമ്മൾ ഒന്ന് ബിലീവ് ചെയ്താൽ നമുക്ക് എന്താണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റും. അതാണ് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉയരമുള്ള ആളുകളാണ് എല്ലാവരും. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വരവിൽ ഈ ഉയരം കൂടുതൽ ഗുണമായോ ദോഷമായോ എങ്ങനെയൊക്കെയായിരുന്നു ഈ പിന്നിട്ടൊരു വഴി എന്നൊക്കെ പറയും? കുഞ്ഞിലേ ഒരുപാട് പേര് ബുള്ളി ചെയ്യുമായിരുന്നു ഈ പൊക്കത്തിന്. ഭയങ്കര പൊക്കാണല്ലോ, ജിറാഫ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ പൊക്കം. ഐ ഫീൽ പ്രൗഡ് ടു ബി ദിസ് ടോൾ. സോ യാ, പലപ്പോഴും ഈ മത്സരങ്ങൾ, സൗന്ദര്യ മത്സരങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അത്ര കണ്ട് ഇപ്പോഴും കുറച്ചൊക്കെ മുഖം തിരിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവേണ്ട, അല്ലെങ്കിൽ ഇത്തരം മത്സരവേദികൾക്ക് നഗരങ്ങൾ വിട്ട് ഗ്രാമങ്ങളിലേക്ക് എത്തേണ്ട ഒരു സമയമൊക്കെ ആയോ? തീർച്ചയായിട്ടും അതിന് സമയമായി. ഇനിയും ഇതുപോലെ തന്നെ ന്യൂസ് ഇങ്ങനെ മിസ് കേരളയ്ക്ക് വേണ്ടി ക്യാമ്പയിൻസ് ഒക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് ഒരു ഡ്രീം? സിനിമ തന്നെയാണ്? സിനിമയും ഉണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ഒന്നിലും ഒതുക്കാൻ പറ്റില്ല. നമുക്കിപ്പം ഫസ്റ്റ് റണ്ണർ അപ്പ് കൂടി ചേർന്ന് എങ്ങനെയായിരുന്നു മത്സരങ്ങളൊക്കെ? ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്ത് എപ്പോഴും ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു എൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഞാൻ തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഈക്വലി ടാലൻറ്റഡ്, നല്ല നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ബോൾഡ് ആൻഡ് ബ്രേവ് ആയിട്ടുള്ള എൻ്റെ കൂടെ ആ സമയത്ത് 24 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈക്വൽ എഫേർട്സ് ഇട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ആക്ച്വലി അത് ഒരു ബൂസ്റ്റപ്പ് ആയിരുന്നു. കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ നന്നാവുക എന്നുള്ളത്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടുകാരൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എത്രമാത്രം നിർണായകമാണ്? തീർച്ചയായിട്ടും അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. ശരിക്കും അവരായിരുന്നു കോൺസ്റ്റൻറ്റ്. എന്താ പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുമായിരുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായി മാറുമെന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി അവരെൻ്റെ കൂടെ നിന്ന് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ മൂഡ് എന്നെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. സോ ദേ ആർ മൈ സപ്പോർട്ട്. ഒരു ഡ്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർത്ത് വെക്കുന്നത് എനിക്ക് ആസ് ഓഫ് നൗ കൂടുതൽ പാജൻട്രി ചെയ്യണമെന്നാണ്. എനിക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് മോഡലിംഗ് രംഗം ഇഷ്ടമാണ്. അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് തൽക്കാലം. താങ്ക് യു. മൂന്നാം റണ്ണറപ്പ്, ഇത് 23 മത്സരാർത്ഥികളിൽ 3 പേരിലേക്ക് ചുരുങ്ങുമ്പോൾ എത്രമാത്രം ആവേശമുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു റാമ്പ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ? എന്താണ് അതിൻ്റെ ഒരു മെസ്സേജ്? എന്താണ്? ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു റാമ്പിലേക്ക് വരുന്ന എല്ലാ ടെൻഷനും എനിക്കുണ്ടായിരുന്നു. 23 പേരും ഒരുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ്. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ആയാലും എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തായിരുന്നു. അപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാലും പെർഫോമൻസിനാലും എത്തി. അതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ഒരു മറ്റ് വീട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ ഒരു പിന്തുണ, പലരും അതിൻ്റേതെല്ലാം ഊർജ്ജം ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ എപ്പോഴാണ് കൂടുതലായിട്ട് അതെല്ലാം ഒരു ഗുണമായെന്ന് തോന്നിയത്? ഈ ചോദ്യോത്തരവേളയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അതെ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മൊമെൻറ്റിൽ സ്റ്റക്കായി പോകും. ആ സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുന്നത്. അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഞാൻ 2 വട്ടം ചിന്തിച്ചിട്ടുണ്ട് മിസ് കേരളയ്ക്ക് വരണോ വേണ്ടിയെന്നുള്ളത്. സാധാരണക്കാരി ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഉയരമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ആ സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് എൻ്റെ പാരൻസും എൻ്റെ വീട്ടുകാരൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത് സപ്പോർട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസ് തന്നെ സംസാരിക്കാൻ എനിക്ക് പറ്റി. അതിൽ വളരെ സന്തോഷം. വീട്ടുകാരൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി വരേണ്ട ഒരു ഇടം തന്നെയാണ് ഫാഷൻ. അതെ അതെ, വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, ഫാഷൻ ഫീൽഡ് അല്ല ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, വീട്ടുകാരുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ റൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ തരുമ്പോൾ അത് വലിയൊരു ഇൻസ്പിറേഷനാണ്. മുന്നോട്ട് വരാൻ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും. റാമ്പുകളാണോ ഫാഷൻ ഷോകൾ എങ്ങനെയൊക്കെ? ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡലിംഗ് എനിക്ക് ഇഷ്ടമാണ്, പണ്ട് തുടങ്ങി ഇഷ്ടമാണ്. സിനിമ, നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യും. അങ്ങനെയൊക്കെ. 3 പേർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഒരു ആഴ്ചയോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ മത്സരങ്ങൾ ഇവിടെ പൂർത്തിയാക്കുന്നു. വലിയ രീതിയിലേക്ക് വിജയമെന്ന് സംഘാടകർ ആവശ്യപ്പെടുന്നു. 23ാമത്തെ മിസ് കേരള ടൈറ്റിൽ മത്സരമാണ് സമാപിക്കുന്നത്.
ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.